ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന്റെ കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്നുള്ളത്. ശരിയാണ്. കാര്യം സ്ത്രീകളായിട്ടുള്ളവർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് തലമുടി നീട്ടി വളർത്തുക എന്നുള്ളത്. ചുരുക്കം ചിലർക്ക് മാത്രമേ മുടി വളർത്തണമെന്ന് ആഗ്രഹമില്ലാത്തവർ കാണത്തുള്ളൂ. അതെന്താന്ന് വെച്ചാൽ അവരുടെ മുടി എത്ര ശ്രമിച്ചിട്ടും വളരുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടാന്നുള്ള ആ ഒരു ആഗ്രഹം പറയുന്നത്. പിന്നെ ചിലർ പറയൂ എനിക്ക് മുടി വളർത്തുന്നത് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ കാര്യം ഇതായിരിക്കും, അവരുടെ മുടി വളരുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പൊതുവെ നമ്മൾ പറയും, കേരളീയര് പറയും മുടിയുള്ളത് സ്ത്രീകളുടെ ഒരു സൗന്ദര്യമാണെന്നല്ലേ. അതിപ്പോ സൗന്ദര്യം എന്ന് പറയുമ്പോൾ മുഖത്തെ സൗന്ദര്യം മാത്രമല്ല, ഫുള്ളായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെതും നമ്മുടെ സംസാരത്തിലും നോട്ടത്തിലും എല്ലാം കൂടെ ഒത്തൊരുമിച്ചുള്ള കാര്യമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിലുള്ള ഒരു പ്രധാന ഘടകമാണ് സ്ത്രീകളിലെ നല്ല ഇടതൂർന്ന മുടി എന്നുള്ളത് കേട്ടോ. എനിക്ക് പൊതുവെ മുടി നല്ല രീതിയിലുള്ളതായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കട്ട് ചെയ്ത് വിടും കേട്ടോ. കറക്റ്റ് 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്ത് വിട്ടായിരുന്നു. അത് കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തായിരുന്നു. മിക്കവാറും ഞാൻ ഒരു ലെവലിൽ വെച്ച് കണ്ടിച്ച് വിടാറുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ കട്ട് ചെയ്തത് കുറെ ഏറെ കയറ്റിയായിരുന്നു കട്ട് ചെയ്ത്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇനി മുടി കിളിർക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. കാണിക്കാൻ ഇത്രയും വെച്ച് ഞാൻ മുടി കട്ട് ചെയ്തതാണ്. പക്ഷെ എൻ്റെ മുടി ഞാൻ അങ്ങ് കിളിർത്ത് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ കിളിർത്ത് വന്നത്. പിന്നെ ഞാൻ എൻ്റെ മുടി ഒരുപാട് കൊഴിയുന്ന സമയത്ത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ആദിവാസിയുടെ ഒരു ഓയിൽ. അപ്പൊ ആ ഹെയർ ഓയിൽ അവര് തന്നെ പറയുന്നുണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അവരുടെ പേരിൽ ഇങ്ങനെ ഇറക്കുന്നതാണ്. ഒറിജിനലായിട്ടുള്ളത് ഇങ്ങനെയല്ല. ഞാൻ വാങ്ങിച്ചത് 499 രൂപയുള്ളൂ. ഒറിജിനലായിട്ടുള്ള ആ എണ്ണയ്ക്ക് നല്ല റേറ്റ് ആണ്. അവരുടെ നമ്പർ വിളിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഞാൻ ആ ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽ തന്നെയാണ് വാങ്ങിച്ച് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത്. ഞാൻ പണ്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒറ്റ യൂസിൽ തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു. മുടി കൊഴിച്ചിൽ നിന്നെന്ന് മാത്രമല്ല, ഇവിടെയൊക്കെ അങ്ങ് ഒരുപാട് കിളന്നു പോയായിരുന്നു, മുടി കൊഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ വരെ നല്ല രീതിയിലുണ്ടല്ലോ മുടി കിളിർത്ത് വന്നായിരുന്നു. ആ ഒരു തവണത്തെ യൂസിൽ തന്നെ മുടി കൊഴിച്ചിൽ നിന്നിട്ട് നല്ലപോലെ മുടി കിളിർത്തും വന്നു. അങ്ങനെയാണ് എൻ്റെ ഞാൻ കട്ട് ചെയ്ത മുടിയെ ഇപ്പം എന്താ ഈ ലെവല് വരെ വന്നിട്ടുണ്ട്. ഇത്രയും വരെ ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത മുടിയായിരുന്നു കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ഓയിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. പിന്നെ ഞാൻ എന്നും എല്ലാ ദിവസമൊന്നും അങ്ങനെ ഹെയറിൽ ഓയിൽ തേക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ തല കഴുകുന്ന ദിവസമൊന്നും അങ്ങനെ ഓയിൽ തേക്കാറില്ല. ഞാൻ 1-2 മാസം കൂടുമ്പോഴൊക്കെ ഒരു തവണയൊക്കെ എണ്ണ തേക്കാറുള്ളൂ കേട്ടോ. അതിൽ പിന്നെ ഞാൻ ഈ ആദിവാസി ഹെർബൽ ഓയിൽ തേക്കാൻ തുടങ്ങിയ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ആ ഒരു ഓയിലേ തേക്കാറുള്ളൂ. നേരത്തെയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലായിരുന്നു തേക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് കോവിഡ് വന്ന് ഡെങ്കി പനി വന്നു. ആ സമയത്ത് അങ്ങനെയാണ് എൻ്റെ മുടി കൊഴിച്ചിൽ വന്നത്. അല്ലാതെ ഒന്നും മുടി കൊഴിച്ചിലായിട്ട് വന്നതല്ല. ഈ 2 വൈറൽ ഫീവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ വന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ അത് പിന്നെ അങ്ങനെ ഓയിൽ തേക്കുന്നു. ഇപ്പൊ എൻ്റെ ഓയിൽ തീർന്നു പോയായിരുന്നു. വീണ്ടും ഞാൻ ആ ഓയിൽ തന്നെ വാങ്ങിച്ച് പൊട്ടിച്ചിട്ടില്ല. കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിക്കുന്നത് കേട്ടോ. ഞാൻ പലരോട് പറഞ്ഞായിരുന്നു ഈ ഒരു ഓയിൽ വാങ്ങിച്ച് നോക്കാം. മുടി കൊഴിച്ചിലിന്റെ കാര്യമൊക്കെ പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞു ഈ ഒരു ഓയിൽ വാങ്ങിച്ച് തേക്കാൻ പറഞ്ഞു. അവര് പലരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രയോജനപ്പെട്ടെന്നാ പറഞ്ഞത് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഓർക്കും ഓ അഴുക്കായിരിക്കും, മുടി കൊഴിഞ്ഞു പോകുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു ഓയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാങ്ങിച്ചപ്പം ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട ഇങ്ങനെ 2 ബോട്ടിലാണ് കിട്ടുക. എനിക്ക് തോന്നി ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ ഉണ്ടല്ലോ ഉള്ള കറക്റ്റ് നിങ്ങളോട് പറയാമേ. ആദ്യം ഇതുപോലെ 2 ബോട്ടിൽ വാങ്ങിച്ചപ്പം ഒന്ന് നല്ല ഓയിലായിട്ട് തോന്നി. ഒന്നിനകത്ത് എനിക്ക് തോന്നിയത് കൂടുതലും വെള്ളം പോലെ തോന്നിയത്, ഓയിൽ കുറവ് പോലെ തോന്നിയായിരുന്നു. പക്ഷെങ്കിൽ എന്നാലും ഞാനത് തേച്ചു കേട്ടോ. കാര്യം ആ ഓയിൽ കുറവ് പോലെ തോന്നിയാലും ആ ബോട്ടിലെ തീരുന്നിടം വരെ ഞാൻ തേക്കുക ചെയ്ത്. ഇങ്ങനെയാണ് കണ്ടോ, ഇതാണ് ഞാൻ തേച്ച ഓയിൽ. അന്ന് വാങ്ങിച്ചത് ഇത് തന്നെ സെയിം ആയിരുന്നു. ഇപ്പൊ 2 ബോട്ടിലാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വരില്ല, നിങ്ങളെ ഇതൊന്ന് കാണിച്ചേക്കാം. താല്പര്യമുള്ളവര് വാങ്ങി ഉപയോഗിക്കാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുകൊണ്ട് വാങ്ങിക്കാൻ ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സാധാരണ മുടി കൊഴിച്ചിൽ എല്ലാവരും വൈറൽ ഫീവർ വന്നപ്പോഴാണ് ഞാൻ ആ മുടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ മുടി കൊഴിഞ്ഞായിരുന്നു. ഇങ്ങ് വാല് പോലെ തൂങ്ങിക്കിടക്കുന്ന മുടിയായിരുന്നു. മൊത്തം പോയായിരുന്നു കേട്ടോ, കൊഴിഞ്ഞു പോയായിരുന്നു. അതിനുശേഷമാണ് ഈ ഓയിൽ ഞാൻ വാങ്ങിയത്. കണ്ടോ,
നല്ല ഉള്ളിൽ തന്നെ ഇല്ലേ മുടി. ഇത്രയും മുടി ഇപ്പൊ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കറക്റ്റ് 1 വർഷം ആയതേ ഉള്ളെന്ന് ഓർത്തോണം. കൂടുതൽ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ഞാൻ പുറകെ ചെയ്യാൻ കാര്യം ഞാൻ എന്താണ് എന്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് താല്പര്യമെങ്കിലും ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഉള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, ഇല്ലാത്തതൊന്നും പറയത്തില്ല. കാര്യം എന്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെ എന്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ പുറകെ ചെയ്യാം. അപ്പൊ ഈ ഒരു ഓയിൽ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.